ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാളുകൾക്ക് ശേഷം ജനുവരി മാസത്തിൽ അവസാനിച്ച നമ്മുടെ സാന്ത്വനം 2 ആയിട്ട് തിരിച്ചെത്താൻ പോവുകയാണ്. ഇന്ന് ഏഷ്യാനെറ്റിൽ വൈകുന്നേരം 5 മണിക്ക് അതിൻ്റെ ലോഞ്ച് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എന്തായാലും നമ്മുടെ ബാലനും കുടുംബവും തമിഴ്നാട്ടിൽ ഒരു കുഞ്ഞുമായിട്ട് സെറ്റിലായി. അനിയന്മാരാണെങ്കിൽ ഏട്ടനെ അന്വേഷിച്ച് തമിഴ്നാട് വരെ വന്ന് കണ്ടു. അങ്ങനെ അവരവിടെ നിന്ന് മടങ്ങിപ്പോവുക. അവിടെ നിന്ന് തൊട്ടാണ് ഇനി കഥ മുന്നോട്ട് തുടങ്ങാൻ പോകുന്നത്. അനിയന്മാർക്ക് വേണ്ടി എത്ര ദൂരത്താണെങ്കിലും പറന്നെത്തുന്ന ഏട്ടൻ. അപ്പോൾ പുറമെ ഇവരെല്ലാവരും അകന്നു തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അനിയന്മാർക്കൊരാവശ്യം വന്നാൽ അവിടെ പറന്നെത്തുകയാണ് ബാലനും ദേവിയും ഒക്കെ. അങ്ങനെ ബാലനും ദേവിയും തമിഴ്നാട്ടിലാണെങ്കിൽ അനിയന്മാരെല്ലാവരും അവരവരുടേതായ അവകാശങ്ങളൊക്കെ വാങ്ങിച്ച് അവർ വെവ്വേറെ അവരുടേതായ ഒരു ലോകം കെട്ടിപ്പടുത്ത് അവിടെ ജീവിക്കുന്നു. അഞ്ജുവും ശിവനും അതുപോലെ അപ്പുവും ഹരിയും കണ്ണനും ഇവരെല്ലാവരും വെവ്വേറെ വീടുകളിൽ അവരുടേതായ പോലെയുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കുന്നു. പക്ഷേ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് എന്തിനേയും ഏതിനേയും പൊരുതാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഏട്ടനും അനിയന്മാരും അനുജത്തിമാരും ഏട്ടത്തിയും അവരുടെ കുഞ്ഞു മക്കളും ഒക്കെ ആയിട്ട് നേരത്തേതിനേക്കാളും കൂടിയ അല്ലെങ്കിൽ വലുപ്പം കൂടിയ ഒരു വീടായിട്ട്, ആളംഗങ്ങൾ കൂടിയ ഒരു വീടായിട്ടാണ് സാന്ത്വനം 2 എത്തുന്നത്. അങ്ങനെ നമ്മുടെ ബാലനും അനിയന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ശിവനും ബാലനും തമ്മിൽ മിക്കപ്പോഴും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ കണ്ണൻ്റേതായ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ണൻ അങ്ങനെ സ്വയം പര്യാപ്തതയായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ണൻ്റേതായ ഇതിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് നമ്മുടെ ബാലനെ വിളിക്കുന്നു, ബാലനെ നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇനിയും നാട്ടിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള തീരുമാനത്തിൽ താനും ദേവിയും കുഞ്ഞുമൊക്കെ ആയിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ തന്നെ ജീവിക്കാനായിട്ട് ബാലൻ തീരുമാനിക്കുന്നു. ബാലൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ അത്യാവശ്യം പേരൊക്കെയുള്ള ഒരു നല്ലൊരു ബിസിനസ്സുകാരനൊക്കെ ആയിട്ട് മാറി. അങ്ങനെ ആ ബാലേട്ടനെ വീണ്ടും ഇവരുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ സാന്ത്വനം എന്ന് പറയുന്ന കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അനിയന്മാർ കിണഞ്ഞു പരിശ്രമിക്കുന്നു, സ്നേഹം കൊണ്ട് തന്നെ. പക്ഷേ ബാലനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ആഴം കൂടുതലാണെന്നും അടുപ്പം കൂടുതലാണെന്നും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇത്രയുമുള്ളൊരു അടുപ്പവും സ്നേഹവും ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ അകന്നു നിൽക്കുമ്പോൾ ഒരുപാട് ഇഷ്ടവും സ്നേഹവും കരുതലും ഒക്കെ പരസ്പരം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ ആ ഒരു തിരിച്ചറിവിൽ ഇങ്ങനെ നമ്മുടെ ബാലനാണ് ഈ തീരുമാനം എടുത്തു നിൽക്കുന്നത്. എന്തായാലും എത്ര ദൂരത്താണെങ്കിലും അനിയന്മാർക്കൊരാവശ്യം വന്നാൽ ബാലൻ പറന്നെത്തും എന്നുള്ളൊരു കാര്യം ബാലൻ തന്നെ അനിയന്മാരോട് പറയുന്നു. അപ്പോൾ എല്ലാവരും കാണാൻ ഒരുപാട് ആഗ്രഹിച്ച, നമ്മളെല്ലാവരും ഒരുപാട് മിസ് ചെയ്ത നമ്മുടെ സാന്ത്വനം 2 മടങ്ങി എത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ കഥയിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം. എല്ലാവർക്കും നന്ദി.